നമസ്കാരം. നമ്മുടെ നിത്യജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അടുക്കള. എന്നാൽ ഇന്ന് ആ അടുക്കളയിൽ നിന്ന് ഉയരുന്നത് സന്തോഷത്തിന്റെ ഗന്ധമല്ല, മറിച്ച് ആശങ്കയുടെ പുകയാണ്. പാചകവാതക പ്രതിസന്ധി എന്ന കടങ്കഥയ്ക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെയാണ് നാം ഇന്ന് കാണുന്നത്. കേവലം ഒരു സിലിണ്ടറിന്റെ വില കൂടുന്നതിലോ അല്ലെങ്കിൽ അതിന്റെ ലഭ്യത കുറയുന്നതിലോ ഒതുങ്ങുന്നതല്ല ഈ പ്രശ്നം. ഇത് നമ്മുടെ നാടിന്റെ സാമ്പത്തിക ചക്രത്തെ തന്നെ ബാധിച്ചിരിക്കുന്നു. പുകയൊഴിഞ്ഞ അടുക്കളകൾ ഒരു വശത്ത്, നഷ്ടം സഹിക്കാനാവാതെ അടച്ചുപൂട്ടുന്ന ഹോട്ടലുകൾ മറുവശത്ത്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സങ്കടകരമായ കാഴ്ചയാണ് തൊഴിൽ തേടി ഇവിടെ എത്തിയ അന്യസംസ്ഥാന തൊഴിലാളികളുടെ മടക്കം. ഭക്ഷണം പോലും പാകം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അവരെ ഈ മണ്ണിൽ നിന്ന് അകറ്റുകയാണ്. ഹോട്ടൽ ഉടമകൾ, തൊഴിലാളികൾ, ഓൺലൈൻ ഭക്ഷണ വിതരണക്കാർ, കാറ്ററിംഗ് തൊഴിലാളികൾ, ഹോസ്റ്റൽ വിദ്യാർത്ഥികൾ തുടങ്ങി സമൂഹത്തിന്റെ നാനാ തുറയിലുള്ളവർ അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ദുരിതമാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണം? ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും 4 മണി ചർച്ചയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് സ്കറിയ ക്രാത്തോപ്പിൽ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എറണാകുളം ജില്ലാ സെക്രട്ടറി KT റഹീം, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റ് അന്നു കുഞ്ചപ്പൻ എന്നിവരാണ്. കൂടാതെ പാചകവാതകത്തിന് അതിരൂക്ഷമായ ക്ഷാമം നേരിടുമ്പോൾ അതിനെ അതിജീവിച്ച് മാതൃക തീർത്ത ആലപ്പുഴയിലൂടെ രത്നമ്മ രമേശനും നമ്മളുടെ കൂടെ ചേരും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പാനലിസ്റ്റുകൾക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യം എറണാകുളത്തേക്കാണ് പോകുന്നത്. നമുക്കറിയാം, എറണാകുളം എന്ന് പറഞ്ഞാൽ ഒരു വ്യാവസായിക ഹബ്ബാണ്. നിരവധി ആളുകൾ, തൊഴിലാളികൾ, വിദ്യാർത്ഥികൾ എല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് എറണാകുളം. പാചകവാതക പ്രതിസന്ധി നിങ്ങളുടെ ഹോട്ടലുകളെ, എറണാകുളം ജീവിതത്തെ എത്രത്തോളം ബാധിച്ചു? KT റഹീം. എനിക്ക് തോന്നുന്നു അങ്ങയുടെ ഓഡിയോ മ്യൂട്ടാണ്. ഒന്ന് ഓൺ ആക്കാമോ? അങ്ങയുടെ ഓഡിയോ മ്യൂട്ടാണ്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്നില്ലേ? ശ്രീ റഹീം, ഹലോ, അങ്ങ് കേൾക്കാമോ? കേൾക്കാം. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അടച്ചുപൂട്ടുന്ന ഹോട്ടലുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏതാണ്ട് സിറ്റി മേഖലാ ഭാഗങ്ങളിലൊക്കെ ഏതാണ്ട് 60% മുകളിൽ കടകൾ അടച്ചു കഴിഞ്ഞു. ഇപ്പം നിലവിൽ വർക്ക് ചെയ്യുന്ന കടകൾ തന്നെ വളരെ ചുരുക്കം. ഔട്ടർ ഏരിയകളിൽ ഈ വിറകിലൊക്കെ സംവിധാനമുള്ള ചില കടകൾ മാത്രമേ ഇപ്പം പ്രവർത്തിക്കുന്നു. ബാക്കി കടകൾ മുഴുവൻ അടച്ചു പോയിരിക്കുകയാണ്. പിന്നെ അടച്ച കടകളിൽ തന്നെ ഒരു പ്രതിസന്ധി, തൊഴിലാളികൾ സ്ഥാപനം വിട്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏത് രീതിയിൽ ഇവരെ തടുത്തു നിർത്താൻ പറ്റും? കാരണം ഇതിനൊരു ഡെഡ് ലൈൻ ഇല്ല. ഏത് സമയത്ത് നമുക്ക് ഗ്യാസ് കിട്ടുന്ന ഒരു ഉറപ്പില്ലാത്ത കാരണം ഇവരെ പിടിച്ചു നിർത്താനും സാധിക്കുന്നില്ല. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിനും ഗ്യാസ് വേണം. അതും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ച. ഇപ്പം ടൗണിലൊക്കെ നോക്കുകയാണെങ്കിൽ ടൗണിൽ ആളുകൾ എണ്ണവും വളരെ കുറഞ്ഞിരിക്കുകയാണ്. കാരണം ഈ ഹോസ്റ്റലിലേക്ക് താമസിക്കുന്നതും പുറത്തുനിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരവരെ വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു. ടൗൺ ഒരു മൂകമായ ഒരു അന്തരീക്ഷത്തിലാണ് ഇപ്പം എറണാകുളം ടൗൺ കടന്നു പോകുന്നത്. അപ്പൊ ഈ തരത്തിൽ ഈ പ്രതിസന്ധി തുടരുകയാണെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇപ്പം പെരുന്നാളിന്റെ ദിവസങ്ങളൊക്കെ വരികയാണ്. ഏത് രീതിയിൽ ഇത് സമൂഹത്തെ ബാധിക്കുന്നുള്ളത് നമുക്ക് പറയാൻ പറ്റാത്ത രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ വന്നത്. കേവലം ഹോട്ടലുകളിൽ ഗ്യാസ് കിട്ടുന്നില്ല എന്ന ഒരു പ്രതിസന്ധിക്ക് അപ്പുറത്ത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറിയിരിക്കുകയാണ്. അപ്പോൾ ആൾക്കാർ അതിന്റെ കൺസേൺ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഹോട്ടലുകളിലെ മാത്രം പ്രതിസന്ധി അല്ല, ഇത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമാണെന്ന് ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുകയാണ്. കാരണം ആ തുടക്കത്തിലൊക്കെ കുറച്ച് കടകൾ മാത്രം അടച്ചപ്പോൾ ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. അപ്പോൾ വലിയ രീതിയിൽ ഒരു ചായ പോലും പുറത്ത് കുടിക്കാൻ പറ്റാത്ത രൂപത്തിൽ കടകൾ അടച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ പ്രതിസന്ധി ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്, പ്രത്യേകിച്ചും സിറ്റി മേഖലകളിലൊക്കെ. തീർച്ചയായിട്ടും അതെ. ഇപ്പൊ സിറ്റി മേഖലകളിലും പ്രതിസന്ധികൾ എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെ മാത്രം ബാധിക്കുന്ന ഒന്നല്ല, അത് ജനങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിനെ ബാധിച്ചിരിക്കുകയാണ്. ഞാൻ മലപ്പുറത്തേക്ക് ഒന്ന് വരികയാണ്. ശ്രീ സ്കറിയ, അങ്ങേ കേൾക്കാമെന്ന് തോന്നുന്നു. അത് മലപ്പുറം ജില്ല എന്ന് പറയുമ്പോൾ ഗ്രാമപ്രദേശങ്ങൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വിറക് എന്ന് പറയുന്നത് നമ്മൾ നഗരത്തിൽ നോക്കുമ്പോൾ മലപ്പുറത്ത് എന്താണ് വിറക് കിട്ടില്ലേ, ഇഷ്ടംമാതിരി റബ്ബർ തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലോ എന്നൊക്കെ വിചാരിക്കാം. പക്ഷേ പാചകവാതകത്തിന്റെ ഒരു പ്രതിസന്ധി വിറകിലേക്ക് പോകാൻ ഹോട്ടലുകളെ നിർബന്ധിക്കും എത്രത്തോളം ഈ പ്രതിസന്ധി മലപ്പുറം ജില്ലയിലെ ഹോട്ടലുകളെ ബാധിച്ചിട്ടുണ്ട്? മലപ്പുറം ജില്ലയിലെ ഹോട്ടലുകളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമങ്ങളെന്ന് പറയാൻ സാധിക്കില്ല. ഗ്രാമവും ടൗണും ഇന്ന് ഒരേപോലെ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ
ഇന്ന് നമുക്ക് വളരെയധികം മലപ്പുറം ജില്ലയും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് നമ്മൾ പ്രത്യേകം പറയുകയാണെങ്കിൽ ഇത് ഒരു സ്വയം തൊഴിൽ മേഖലയാണ്. സർക്കാരിൽ നിന്ന് യാതൊരു ആനുകൂല്യവും പറ്റാതെ സ്വയം കണ്ടെത്തി സ്വയം തൊഴിൽ എന്ന് പറയുമ്പോൾ ഏകദേശം 50 തൊഴിലാളികളടക്കം 100-150 തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖലയാണ്. സർക്കാരിന് നേരത്തെ പറഞ്ഞ സർക്കാരിൽ നിന്ന് ഒരു ആനുകൂല്യവും പറ്റാതെ 100-ലധികം കുടുംബങ്ങൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ മേഖലയെ പിടിച്ചു നിർത്താൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറയേണ്ട ഒരു ടൈം തന്നെയാണിത്. കാരണം വീട് വിട്ടാൽ മറ്റൊരു വീട്. ഈ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിൽ, അത് സംരക്ഷിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുകയും അതിൽ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുകയും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്ന ഈ മേഖലയിൽ സ്തംഭനം ഉണ്ടായതോടുകൂടി ബാക്കിയുള്ള എല്ലാ മേഖലയിലും സ്തംഭനം വന്നു എന്ന് വേണം പറയാൻ. തീർച്ചയായും. അപ്പോൾ ഇതൊരു ചെറിയ ഗ്യാസിന്റെ പ്രശ്നമല്ല എന്ന് പറയുന്നത്, അതായത് മൊത്തം ഗ്യാസ് പോകുന്ന ഒരു പ്രശ്നമാണ്. തിരുവനന്തപുരത്തേക്ക് ഒന്ന് വരണമെന്ന് തോന്നുന്നു. അന്നു നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ശ്രീ അന്നു, അങ്ങേക്ക് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം തിരുവനന്തപുരം നമുക്കറിയാം നമ്മളുടെ ഭരണ സ്ഥിര കേന്ദ്രമാണ്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നോക്കുകയാണെങ്കിൽ തന്നെ നിരവധി ഹോട്ടലുകൾ അവിടെയുണ്ട്. നമ്മുടെ നാടിന്റെ പല ഭാഗത്തു നിന്ന്, സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ എല്ലാം അങ്ങോട്ട് വരികയാണ്. അവിടെയാണ് ഹോട്ടലുകൾ ഒക്കെ നിരവധി വേണ്ടത്. അത് മാത്രമല്ല, ഹോസ്റ്റലുകളും ധാരാളം കുട്ടികൾ, വിദ്യാർത്ഥികൾ ഒക്കെ താമസിക്കുന്നുണ്ട്. അവരെല്ലാം വളരെ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. തിരുവനന്തപുരത്തെ കാഴ്ച എങ്ങനെയാണ്? എത്രത്തോളം പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമകൾ പോകുന്നത്? റഹിമക്ക പറഞ്ഞ പോലെ 60% റെസ്റ്റോറൻറ്റ്സ് ഇപ്പൊ ഇവിടെ ക്ലോസ് ആയിരിക്കുകയാണ്. പ്രത്യേകിച്ച് നഗര ഭാഗത്ത് മാത്രമല്ല, പ്രാന്തപ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഗ്യാസിന്റെ അവൈലബിലിറ്റി ഭയങ്കര ടഫായിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലായിടത്തും ഇത് ഒരുപോലെ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് റെസ്റ്റോറൻറ്റ്സിൽ ഒതുങ്ങുന്നില്ല. ഇത് കേറ്ററിംഗുകാരെ ബാധിക്കുന്നു, ഹോസ്റ്റൽസ്, ഫുഡ് പ്രിപ്പറേഷൻ ഏരിയാസിനെ എല്ലാം ഒരുപോലെയാണ് ബാധിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ബേക്കറികളെ ഒന്നും ബാധിച്ചിട്ടില്ല. കാര്യം അവരൊക്കെ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കുറെ ഉള്ളതുകൊണ്ടാണ് ബേക്കറികളിലൊക്കെ നിറഞ്ഞിരിക്കുന്നത് കാണുന്നത്. കുറച്ച് കഴിയുമ്പോൾ അത് അവരെ അഫക്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ബേക്കറികളിൽ വലിയ ബോർമകളൊക്കെ കുറേയധികം ഗ്യാസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാത്ത ബോർമകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് ചെറിയ ഒരു വേവ് അല്ല ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വേവിന്റെ ഇതിന്റെ പ്രതിഫലനങ്ങൾ ഇങ്ങനെ നീണ്ടു പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ യുദ്ധം ഇന്ന് അവസാനിച്ചാൽ പോലും ഇനിയും 2 മാസമെങ്കിലും എടുക്കും നമ്മുടെ സിസ്റ്റം നോർമലായി വരാനായിട്ട്. അപ്പം ഓരോ ദിവസം നീണ്ടു പോകും തോറും നമ്മൾ ചെന്ന് പെട്ടിരിക്കുന്ന ചുഴിയുടെ ആഴം നീണ്ടു പൊക്കോണ്ടിരിക്കുകയാണ്. ഇന്നും കൂടെ ഞങ്ങളുടെ ഒരു സ്റ്റാഫ് വിളിച്ചു ചോദിച്ചു, മാഡം ഞാൻ പൊക്കോട്ടെ, കാര്യം വെച്ചു കഴിക്കാൻ ഗ്യാസ് കിട്ടുന്നില്ല, പോയി കഴിക്കാനായിട്ട് കടകളും ഇല്ല. തട്ടുകടകളിൽ 1-2 ഇപ്പൊ ഉള്ളിടത്ത് അതിഭീകര ജനക്കൂട്ടവുമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ തട്ടുകടകളൊക്കെ അവസാനത്തെ 1-2 അവരിപ്പൊ സർവൈവ് ചെയ്യുന്നത്. ഇത് നമ്മൾ കേൾക്കുന്നുണ്ട്, കപ്പൽ വന്നു, കുറച്ച് ഗ്യാസ് വന്നു. അതൊന്നും നമ്മുടെ ഇന്ത്യയുടെ യഥാർത്ഥ സൊല്യൂഷനിലേക്ക് എത്തിയിട്ടില്ല. നമുക്ക് 45 കണ്ടെയ്നർ വരേണ്ട സ്ഥാനത്താണ് 2.5 കണ്ടെയ്നർ വന്നത്. അപ്പൊ നമുക്കിനി ഒത്തിരി റിക്വയർമെന്റ് ബാലൻസ് ഇപ്പോഴും നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത് നോർമലൈസ് ചെയ്തു വരാൻ ഒത്തിരി സമയം എടുക്കും. അതിനുള്ളിൽ ഈ സിസ്റ്റം എങ്ങനെ തിരിച്ച് ബാലൻസ് ചെയ്ത് വരുമെന്നുള്ളത് ഇപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ കോവിഡ് എങ്ങനെയാ, നമുക്ക് മുന്നിൽ കോവിഡ് വന്നപ്പോൾ നമ്മൾ എങ്ങനെ സിറ്റുവേഷൻ സോൾവ് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ലായിരുന്നു, പകച്ചു നിൽക്കുകയായിരുന്നു. അപ്പൊ നമ്മൾ ഓരോ ദിവസത്തെ അന്നന്നായിട്ട് സോൾവ് ചെയ്താ പോയത്. ഏതാണ്ട് അതേ സാഹചര്യത്തിൽ തന്നെ നമ്മളൊരു എക്കണോമിക് കോവിഡിലാണ് നിൽക്കുന്നത്. ഇത് റെസ്റ്റോറൻറ്റ്സിനെ മാത്രമല്ല, പോൾട്രി അസോസിയേഷനെ ബാധിക്കും, പച്ചക്കറിക്കാരെ ബാധിക്കും, പലചരക്കുകാരെ ബാധിക്കും, മീറ്റ് ഡീലേഴ്സിനെ എല്ലാരെയും ബാധിക്കും, ഫിഷ്, ഇവരുടെ എല്ലാം മേജർ കൺസ്യൂമേഴ്സ് റെസ്റ്റോറൻറ്റ്സ് അല്ലേ. ഈ വീട്ടുകാർ ചങ്ക് നീങ്ങുന്നത്. അപ്പം ഈ പറയുന്ന ഈ റെസ്റ്റോറന്റുകളെ ആശ്രയിച്ചു നിൽക്കുന്ന വലിയൊരു സമൂഹമുണ്ട്. അതെല്ലാം ബാധിക്കപ്പെട്ട് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം സമൂഹത്തിനെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് പറഞ്ഞാൽ, കുറച്ചു പേർക്ക് ചായ കുടിക്കാൻ പറ്റുന്നില്ല എന്നതിലല്ല അവിടെ നിൽക്കുന്നത്. ഇതിന്റെ തുടർ പ്രതിഫലനങ്ങൾ വലിയ രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലെ കാണാൻ സാധിക്കത്തുള്ളൂ. ഈ പോയ തൊഴിലാളികൾ, ഇപ്പൊ തന്നെ ഒത്തിരി സ്ഥാപനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ തിരിച്ച് അവരവരുടെ നാടുകളിലേക്ക് പോയി കഴിഞ്ഞു. ഇനി ഇവര് തിരിച്ചെപ്പ വരും, എങ്ങനെ സാധ്യമാകും, ഈ നമുക്ക് ഈ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഈ നമ്മുടെ തൊഴിലാളി ബേസിനെ എങ്ങനെ തിരിച്ചു കൊണ്ടുവരും, ഇതെല്ലാം ഞങ്ങളെ വല്ലാതെ കുഴക്കുകയാണ്.
ഉണ്ടാവും എന്നുള്ള ആകെ ഇരുളിൽ അതെ, നിൽക്കുന്ന പോലെയാണ് തീർച്ചയായിട്ടും തോന്നുന്നത്. അത് ആദി എന്ന് പറയുന്ന ഇത് വല്ലാതെ പിടിമുറുക്കിയിരിക്കുന്നതാണ്. ശ്രീ റഹീമിലേക്ക് ഒന്ന് വരികയാണ്. അതായത് ഇപ്പോൾ ശ്രീമതി അന്നു പറഞ്ഞതുപോലെ തന്നെ ഹോട്ടലുകാർ ഒരുപാട് തൊഴിലാളികളെ കുറച്ച് നാളത്തേക്കെങ്കിലും പരിപാലിച്ച് പോകേണ്ട ഒരു കാര്യമുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് നിരവധി നമുക്കുണ്ട്. അവർക്ക് ഭക്ഷണം വേണം, കൂടാതെ ശമ്പളം കൊടുക്കണം. കാരണം നമ്മളെ മാത്രം ഹോട്ടൽ ഉടമയെ വിശ്വസിച്ച് മാത്രം വന്നു നിൽക്കുന്ന ആളുകളാണ്. ഈ തൊഴിലാളി പ്രശ്നത്തെ, ഈ പ്രതിസന്ധിയെ എങ്ങനെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ എന്ന രീതിയിൽ അങ്ങ് കാണുന്നത്? എങ്ങനെയാണ് ഇതിനെ അതിജീവിക്കാൻ നോക്കുന്നത്? നമുക്ക് ഇത് ഈ പ്രതിസന്ധി അതിജീവിക്കാന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം എത്ര ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് കിട്ടും എന്ന് നമുക്കൊരു നിശ്ചയമില്ല. ഏത് സമയത്ത് കിട്ടും, എത്ര ദിവസം നമുക്ക് ഇവരെ ഹോൾഡ് ചെയ്യേണ്ടി വരും, എത്ര ദിവസം ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരും, എത്ര ദിവസം ഇവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്ന് കൃത്യമായ ഒരു കണക്കും ഇല്ലാത്ത നമ്മളൊരിങ്ങനെ ഇരുട്ടിൽ നിൽക്കുകയാണ്. കാരണം ഇവരെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇവർക്കുള്ള ഭക്ഷണവും ഇവർക്കുള്ള സാലറിയും കൊടുത്ത് ഒരു സാധാരണ ചെറിയ രീതിയിൽ നടന്നു പോകുന്ന ഒരു സ്ഥാപന ഉടമക്ക് എത്ര നാൾ ഇവരെ ഇങ്ങനെ പോറ്റി നിർത്താൻ പറ്റും എന്നുള്ള ഇവർക്കുള്ള ശമ്പളവും ഭക്ഷണം കൊടുക്കാനും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഗ്യാസ് ഇല്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ അത് ചെയ്തു കൊടുത്താൽ പോലും എത്ര ദിവസത്തേക്ക് നമുക്ക് ഇവരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ള വലിയൊരു ചോദ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ ഗ്യാസ് ഇല്ലാത്തതിന് ഉപരിയായി ഇത് എത്ര നാൾ തുടരും എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ മേഖല ഇനി എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളത് നമുക്ക് മനസ്സിലാത്തൊരു കാര്യം അതാണ്. കാരണം ഈ തൊഴിലാളികൾ പല കടകളിലും 10-15 സ്റ്റാഫുള്ളതിലും 4-5 ആൾക്കാർ പോയി കഴിഞ്ഞു. ഓൾറെഡി അവർ വിട്ടുപോയി. പിന്നെ കുറച്ച് സ്ഥാപനത്തോട് കൂറുള്ളതും വർഷങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരും മുതലാളിയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിലൊക്കെ നിൽക്കുന്ന ആൾക്കാരും മാത്രമാണ്. ബാക്കിയുള്ളവരും അവരും ചോദിക്കുന്നു എത്ര ദിവസം കൊണ്ട് ശരിയാവും ഗ്യാസ്, എത്ര ദിവസം കൊണ്ട് നമുക്ക് ജോലി ശരിയാക്കാൻ പറ്റും ചോദിക്കുമ്പോൾ നമുക്കൊരു മറുപടി കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ളത്. അപ്പം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇത് എന്നത്തേക്ക് ഇതിന് പരിഹാരം ഉണ്ടാവും? നിങ്ങൾ നേരത്തെ അനു പറഞ്ഞതുപോലെ ഈ നമ്മുടെ ഗ്യാസിന്റെ കൺസംഷൻ അനുസരിച്ചിട്ടുള്ള നമുക്കൊരു 50% എങ്കിലും നമുക്ക് ഗ്യാസ് തരാനുള്ള ഒരു സംവിധാനം ചെറിയ രൂപത്തിൽ നമുക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. അത്തരത്തിൽ ഇത്ര തീയതി ഇത്ര ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സപ്ലൈ തരാൻ പറ്റുന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇവരെ നിലനിർത്താൻ പോലും പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് അനിശ്ചിതമായിട്ട് എത്ര നാൾ ഇവരെ നിലനിർത്താൻ കഴിയുന്ന ഒരു വലിയ ബുദ്ധിമുട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി. പല സ്ഥാപനങ്ങളിലും തൊഴിലാളികൾ വിട്ടുപോയി കഴിഞ്ഞു. ബാക്കിയുള്ള ആൾക്കാരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. 1-2 ദിവസം കൊണ്ട് ശരിയാവുന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് കൊടുത്ത് നിർത്തിയിരിക്കണം. പക്ഷെ അത് നമുക്കറിയാം, നമ്മൾ വെറുതെ ഒരു ഉറപ്പില്ലാതെ പറയുന്നതാണ് നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ അവരെ നിർത്താനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും. പക്ഷെ എത്ര നാൾ എന്ന ഒരു ചോദ്യം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശ്രീ സ്കറിയ, അങ്ങിലേക്കൊന്ന് വരികയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയുടെ പല ഭാഗങ്ങളിലും സാധാരണ ഹോട്ടലുകളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ് മലപ്പുറം ജില്ല എന്ന് പറയുന്നത്. കുറച്ച് മാത്രം തൊഴിലാളികളെയും വെച്ച് ഒരു മുതലാളി സെറ്റപ്പ് ഒന്നും ഇല്ലാതെ തന്നെ പോകുന്ന ഹോട്ടലുകളാണ് കൂടുതലായിട്ടുമുള്ളത്. അപ്പോൾ ഒരു ബദൽ മാർഗത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കാം എന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? മലബാർ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളുടെ ഹോട്ടലുകളെല്ലാം ഏകദേശം 60%, 70% അടഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വലിയൊരു പ്രതിസന്ധി രൂക്ഷമായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്നാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കിന് ഈ ഹോട്ടലുകളെല്ലാം തുറക്കപ്പെടും. ഇപ്പോൾ തുറക്കാൻ ഇപ്പോൾ തന്നെ ഇവർക്ക് ഗ്യാസ് കിട്ടുന്നില്ല. ഗ്യാസ് കിട്ടാതെ വരുമ്പോൾ അതെങ്ങനെ തുറക്കും എന്നുള്ള വലിയ വിഷയമുണ്ട്. അതോടെ തന്നെ ഗ്രാമപ്രദേശങ്ങളിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ പണ്ട് കാലങ്ങളിൽ വിറക് ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ സർക്കാർ പറഞ്ഞു നമ്മുടെ സ്കൂളുകളിൽ പോലും കഞ്ഞി വെക്കുന്നതിന് വിറകടുപ്പ് ഉപയോഗിക്കാൻ പാടില്ല, അത് മുഴുവൻ ഗ്യാസ് അടുപ്പാക്കി മാറ്റി കഴിഞ്ഞു. അവിടെ അതേപോലെ ഹോട്ടലിൽ നമ്മൾ വിറകടുപ്പ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഹോട്ടലുകൾ, ഗ്രാമപ്രദേശത്തുള്ള ഹോട്ടലുകൾ വരെ സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം അവിടെ ഗ്യാസ് അടുപ്പുകൾ മാത്രമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് വീണ്ടും പല ഹോട്ടലുകളും വിറകടുപ്പിലേക്ക് എത്തിപ്പെടുന്നുണ്ടെങ്കിൽ പോലും വിറകിന് അന്ന് 3000 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ ടണ്ണിന് 5000 രൂപയായി. അപ്പോൾ വിറകിന് ഗ്യാസ് ഇല്ലാതായതോടുകൂടി അതിന് വിറകിനും വില കൂടി. അപ്പോൾ ഈ ഹോട്ടൽ മേഖല മൊത്തത്തിൽ നേരത്തെ റഹീം പറഞ്ഞതുപോലെയും അനു പറഞ്ഞതുപോലെയും ഈ ഒരു ഗ്യാസ് കൊണ്ട് മാത്രമല്ല, തൊഴിലാളികളായിക്കോട്ടെ വിറകായിക്കോട്ടെ, ഈ തൊഴിലാളികൾ പണിയില്ലാത്തതുകൊണ്ട് അവർ നാട്ടിലേക്ക് പോകുന്നു. ഇത് ഹോട്ടൽ മേഖല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
ഒരു സ്വയം തൊഴിൽ മേഖലയെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഈ സ്ഥാപനം നിലനിർത്തേണ്ടത് സർക്കാരിന്റെ കൂടെ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു മേഖലയാണ്. അപ്പോൾ ഒരു ഹോട്ടൽ നടത്തുന്ന ഒരു മുതലാളി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം ഇത് പിടിച്ചു നിൽക്കാൻ കഴിയും, അല്ലെങ്കിൽ എത്രമാത്രം ഇതിന് നഷ്ടം നികത്താൻ കഴിയും, അത് നമ്മൾ വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു രാവിലെ 5 മണിക്ക് പോയി തുറന്ന് രാത്രി 10 മണിക്കോ 12 മണിക്കോ വീട്ടിലെത്തിച്ചേരുന്ന ഹോട്ടൽ മുതലാളി എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇന്ന് ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടും സർക്കാർ ഈ ഹോട്ടൽ മേഖലയെ നിലനിർത്താൻ വേണ്ടി അവർക്കെങ്കിലും ഗ്യാസ് എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ആദ്യമേ എത്തിപ്പെടുകയും, ഞാനല്ലോ മലപ്പുറം ജില്ലയിൽ ഇനി ഒരാഴ്ചയോട് കഴിഞ്ഞാൽ നോയമ്പ് കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് കട തുറന്നു കഴിഞ്ഞാൽ ഇവിടെ നിൽക്കില്ല. അപ്പോൾ ഈ മേഖല മൊത്തം പിടിച്ചു കുലുക്കപ്പെടുന്ന ഒരു പ്രതിസന്ധി നമ്മൾ രൂക്ഷമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, സ്കൂളുകളിൽ പോലും നേരത്തെ പറഞ്ഞതുപോലെ വിറകടുപ്പ് സർക്കാർ ഉപേക്ഷിച്ചു. അവിടെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ പോലും ഗ്യാസ് ആക്കി. അപ്പൊ പറയും ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂള് പൂട്ടില്ലേ എന്ന് ചോദിക്കും. അതൊരു ആശ്വാസം. ഒരാഴ്ച കഴിഞ്ഞാൽ സ്കൂള് പൂട്ടും, പിന്നെ സ്കൂളില്ലല്ലോ എന്ന് ആശ്വാസപ്പെടാം. എന്നിരുന്നാൽ പോലും നമ്മുടെ വീടുകളിലും ഇന്ന് ഗ്യാസ് കിട്ടാതിരിക്കുന്നു. 45 ദിവസം കഴിഞ്ഞാലേ വീട്ടിൽ ഗ്യാസ് കിട്ടുകയുള്ളൂ. ഹോട്ടലിൽ 30 ദിവസം കഴിഞ്ഞ് ഒരു കുറ്റി കിട്ടുകയുള്ളൂ. എങ്ങനെ ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കാൻ സാധിക്കും? വലിയൊരു ചോദ്യചിഹ്നമാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, റഹീമും അനുവും പറഞ്ഞതുപോലെ ഈ പ്രസ്ഥാനത്തെ നിലനിർത്താൻ സർക്കാർ വിചാരിച്ചെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. സർക്കാർ അങ്ങിലേക്ക് തിരിച്ചു വരാം. ശ്രീമതി അനു, അങ്ങേക്ക് കേൾക്കാമല്ലോ അല്ലെ? അതായത് ഹോട്ടൽ ശൃംഖല എന്ന് പറയുന്നത് നമ്മൾ ഇതാ പോയി ഒരു ചായ കുടിക്കുക എന്ന് പറയുന്ന പോലെ അത്ര നിസ്സാരമായി കാണേണ്ട ഒന്നല്ല. ഹോട്ടൽ ശൃംഖല പ്രതിസന്ധിയിൽ ആയിക്കഴിഞ്ഞാൽ മനുഷ്യന്റെ ജീവിത ചുറ്റുപാടുകൾ മുഴുവൻ ബാധിക്കുകയാണ് എന്ന് നമ്മൾ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മനസ്സിലായി കഴിഞ്ഞു. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യം, മാംസം തുടങ്ങിയ പച്ചക്കറികൾ തുടങ്ങിയ കുറേ കച്ചവടക്കാരെല്ലാം ഈ ഹോട്ടലിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരുണ്ട്. നിരവധി തൊഴിലാളികളും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ പട്ടിണിയിലേക്ക് വരെ തള്ളിവിടാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ സർക്കാർ അത്രയും നല്ല രീതിയിൽ പരിപാലിക്കേണ്ട ഒരു മേഖല ആയി തോന്നുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സർക്കാർ ഈ ഹോട്ടൽ ഉടമകൾക്ക് അല്ലെങ്കിൽ ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ബദൽ മാർഗങ്ങൾ നൽകുകയോ നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് മേയറുടെ സാന്നിധ്യത്തിൽ ഞങ്ങളൊരു മീറ്റിംഗ് കൂടിയിരുന്നു. ആ മീറ്റിംഗിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനെയും AKCA ഓൾ കേരള കേറ്ററിംഗ് അസോസിയേഷനെയും ഒരുമിച്ച് കൂട്ടിയാണ് ഈ മീറ്റിംഗ് നടന്നത്. ഈ മീറ്റിംഗിന്റെ സമയത്ത് ശ്രീ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഫോണിലൂടെ മേയറുടെ ഫോണിലൂടെ ഞങ്ങളോട് സംവദിക്കുകയും ചെയ്തിരുന്നു. അപ്പൊ അദ്ദേഹം കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങളോട് നേരിട്ട് ഫോണിലൂടെ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ അതിനകത്ത് പ്രത്യേകം പറഞ്ഞത്, സർക്കാർ ഇനിയുള്ള ദിവസങ്ങളിലെ എത്ര ഗ്യാസ് ആണോ, അതായത് തിങ്കളാഴ്ച മുതൽ എത്ര ഗ്യാസ് ആണോ അതിന്റെ 20% കൊമേഴ്ഷ്യൽ സെക്ടറിലേക്ക് നൽകും എന്നത് ഉറപ്പാക്കുമെന്ന്. അതായത് നമുക്ക് 100 കുറ്റി ആവശ്യമുള്ള ഒരു സാഹചര്യമാണെങ്കിൽ 20 കുറ്റി കൊമേഴ്ഷ്യൽ സെക്ടറിലേക്ക്. ഈ കൊമേഴ്ഷ്യൽ സെക്ടറിനകത്താണ് ആശുപത്രികളും ഗ്യാസ് വെൽഡിങ്, അങ്ങനെ വേറെ ഒത്തിരി സംഭവം, ഈ ഹോസ്റ്റൽസ്, അങ്ങനെ സ്ഥാപനങ്ങൾ വേറെ ഒത്തിരി ഉണ്ടെന്ന് ഓർക്കണം. ഈ പറയുന്ന റെസ്റ്റോറൻറ്റ്സും കേറ്ററിംഗ് എസ്റ്റാബ്ലിഷ്മെന്റ്സും മാത്രമല്ല, കൊമേഴ്ഷ്യൽ എന്ന് പറയുന്നത് വലിയൊരു സെക്ടർ തന്നെ ഇപ്പുറത്ത് നിൽക്കണം. അവർക്ക് വേണ്ടി അനുവദിച്ചിരിക്കുന്നത് വെറും 20% മാത്രമാണ്. അപ്പം ഇതാണ് സർക്കാർ ഇപ്പൊ, അതായത് ഇതുപോലും ആദ്യം അവരുടെ നയതന്ത്രത്തിനകത്ത് ഇല്ലായിരുന്നു. അതായത് ടോട്ടൽ കട്ട് ഓഫ് ഫോർ കൊമേഴ്ഷ്യൽ സെക്ടർ എന്നതാണ് അവർ ആദ്യം തീരുമാനിച്ചിരുന്നത്. അത് ഈ അടിയന്തര യോഗം കൂടിയാണ് 20% അഡീഷണൽ ആയിട്ട് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. ഈ 20% കൊണ്ട് എന്താകും എന്ന് ചോദിച്ചാൽ ഒന്നും ആകില്ല. കടലിൽ കായം കലക്കുന്ന പോലെ ആവുന്നുള്ളൂ. പ്രത്യേകമായി ഒരു താൽക്കാലിക ആശ്വാസം എന്ന രീതിയിൽ നമുക്കിനെ കാണാൻ പറ്റില്ലേ? അതായത് മരിക്കാൻ കിടക്കുന്നവന് ഒരു ഓക്സിജൻ ശ്വാസം കൊടുക്കുന്നു എന്നതേ അവിടെ സംഭവിക്കുന്നുള്ളൂ. ഒരു അത്രയും സംഭവിക്കുന്നുള്ളൂ. ഓക്സിജൻ ശ്വാസം കൊടുത്ത് മരിക്കാതെ പിടിച്ചു നിർത്തും എന്നതിൽ കവിഞ്ഞ് ഇൻഡസ്ട്രി സ്റ്റെബിലൈസ് പോലും ചെയ്യപ്പെടത്തില്ല. ഇതിന്റെ ഇടയിൽ ഇത് നമ്മുടെ ഇനി ഈ കൂട്ടത്തിൽ വീണ്ടും മനസ്സിലാക്കേണ്ട, വമ്പന്മാർക്ക് ഈ പറയുന്ന 20%ത്തിലേക്ക് റീച്ച് കിട്ടത്തുള്ളൂ. ഒറ്റപ്പെട്ട ചെറിയ ചെറിയ സ്ഥാപനങ്ങളിലേക്ക് ഒന്നും എത്തത്തില്ല. അപ്പൊ ഈ കൊച്ചു സ്ഥാപനങ്ങൾക്കൊന്നും കിട്ടാതെ ഈ ഇൻഡസ്ട്രിയിലെ അങ്ങനെ ഈ ചെറിയ കടക്കാരില്ലേ,
ഒറ്റപ്പെട്ട് കടകൾ നടത്തുന്നവര്, അവരൊക്കെ ഇതിൽ മണ്ണടിഞ്ഞു പോകും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ എപ്പോഴും ഇച്ചിരി പിടിപാടുള്ളവർക്കൊക്കെ എങ്ങനെയും ഗ്യാസ് കിട്ടും ഈ ഈ കുറച്ച് റിലീസ് ചെയ്ത് വരുമ്പോൾ. അപ്പം അവിടെയും ഒരു ഉച്ചനീചത്വം വരും. അവിടെ കയ്യൊക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന പഴയ ഒരു ഉറപ്പായിട്ടും പഴഞ്ചൊല്ല് ഓർത്തു പോകുന്ന രീതിയിലേക്ക് വരുമെന്നാണോ അങ്ങ് ഈ പറയുന്നത്? ഉറപ്പായിട്ടും അത് വരും. അത് സ്വാഭാവികമാണ്. ഗ്യാസ് ഏജൻസീസ് അവരുടെ കയ്യിൽ നിന്ന് കൂടുതൽ എടുക്കുന്നവർക്ക്, സ്ഥിരമായിട്ട് കൂടുതൽ എടുക്കുന്നവരെ അവര് ഫേവർ ചെയ്യും, നാച്ചുറലി ഫേവർ ചെയ്യും. 10 കുറ്റി വേണ്ടവർക്ക് അവരെങ്ങനെയും 2 കുറ്റിയെങ്കിലും കൊടുക്കും. പക്ഷെ 1 കുറ്റിയും 2 കുറ്റിയും എടുക്കുന്നവർ വിസ്മരിക്കപ്പെടും. അതാണ് സ്വാഭാവികമായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെ പോയാലും ഈ വരുന്ന ചെറിയ ഇളവ് കൊണ്ടൊന്നും നമ്മുടെ ഇൻഡസ്ട്രി സ്റ്റെബിലൈസ് ആകത്തില്ല. സർക്കാർ കുറച്ചും കൂടെ വിട്ടുവീഴ്ച ചെയ്യണം. ഇതൊരു സ്പെഷ്യൽ ഇൻഡസ്ട്രി ആണ് എന്ന് മനസ്സിലാക്കി തന്നെ ഇതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും സർക്കാരുകൾ ഇതുവരെ ട്രീറ്റ് ചെയ്യാത്ത ഒരു രീതി ഉണ്ട് ഹോട്ടലുകളെ. കാരണം ഹോട്ടലുകൾ അത്രയും അത്യന്താപേക്ഷിതമായ ഒന്ന് എന്ന രീതിയിലേക്ക് ഒരു പക്ഷേ സർക്കാർ വന്നിട്ടുണ്ടാവില്ല. ഇതുപോലെ ഒരു പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴാണ് ഹോട്ടലും അതുപോലെ റെസ്റ്റോറന്റും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ എത്രത്തോളം വലുതാണ് നമ്മുടെ സമൂഹത്തിന് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുക. അത്യന്താപേക്ഷിതമല്ല എന്ന് അത്യന്താപേക്ഷിതമല്ല അല്ല, അത്യന്താപേക്ഷിതമാണ്. നമുക്ക് തിരുത്തി പോകാം. ഒരു മിനിറ്റ്, ഞാൻ തിരുത്തി പോവാം. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഹോട്ടൽ അത്രയും അത്യന്താപേക്ഷിതം ആണ് എന്ന് മനസ്സിലാക്കേണ്ടി വന്നത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വേണ്ടി വന്നു. അതായത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഒരു ഹോട്ടൽ ഇല്ലെങ്കിൽ അടുത്തൊരു ഹോട്ടൽ എന്ന രീതിയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഹോട്ടലൊന്നും ഇല്ലെങ്കിൽ അവിടെ നേരത്തെ പറഞ്ഞതുപോലെ മത്സ്യം, മാംസം, പച്ചക്കറികൾ എന്ന് വേണ്ട സകല മേഖലകളിലും പ്രതിസന്ധി രൂക്ഷമാവുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു പ്രതിസന്ധി വേണ്ട വന്നു ഇതിന്റെ വില മനസ്സിലാക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. ശ്രീ റഹീം, അത് മാത്രമല്ല അതിലുപരിയായിട്ട് ഒരു ടൗൺ ഉണ്ടെങ്കിൽ അവിടെ ടൗണിലേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ ഒരു ദിവസം വന്ന് എത്തിപ്പെടുന്നുണ്ട്. ആ ആയിരക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യാൻ സ്വർണ്ണക്കടയിൽ വരുന്നവർക്കോ, തുണിക്കടയിൽ വരുന്നവർക്കോ, അല്ലെങ്കിൽ പച്ചക്കറി കടയിൽ ചെല്ലുന്നവർക്കോ, പലചരക്ക് കടയിൽ പോകുന്നവർക്കോ, ബേക്കറി പോകുന്നവർക്കോ ഈ സൗകര്യങ്ങൾ എവിടെയും ഒരുക്കപ്പെടുന്നില്ല. ഈ ഹോട്ടലുകൾ മാത്രമാണ്. അവർ മൂത്രമൊഴിക്കാൻ കയറിയ കയ്യും കാലും കഴുകി 5-10 ലിറ്റർ വെള്ളം ചെലവാക്കുന്നുണ്ട്. ബാത്റൂം, ടോയ്ലറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ഇതൊന്നും ഒരു പേയും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഈ വരുന്ന ആയിരക്കണക്കിന് വേണ്ട സാധാരണക്കാരിൽപ്പെട്ട ആൾക്കാരും പണക്കാരും ഉപയോഗിക്കുന്ന ഈ ടോയ്ലറ്റ് അടക്കമുള്ള സൗകര്യങ്ങൾ ടൗണിൽ ഇല്ലാതാകുമ്പോൾ ആ ടൗണ് തന്നെ മലിനമായി പോകുന്ന സാഹചര്യം ഉണ്ടാവും. ഒരു സ്വർണ്ണക്കടയിലെ തുണിക്കടയിൽ 2-3 മണിക്കൂർ അവിടെ ചെലവഴിച്ച് പിന്നെ ഹോട്ടലിൽ വന്നിട്ട് അവര് വാഷ് ചെയ്തതിനു ശേഷം മാത്രമാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. ഇതെല്ലാം തടസ്സപ്പെടുകയാണ്. തീർച്ചയായും ഞാൻ ശ്രീ റഹീമിലേക്ക് ഒന്ന് പോവുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ശ്രീമതി അന്നു പറഞ്ഞു നിർത്തിയത് ബദൽ സംവിധാനങ്ങളായിട്ട് സർക്കാർ സംരക്ഷിക്കാനുള്ള ചില പദ്ധതികൾ ഒക്കെ നടപ്പിലാക്കണം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അതിൽ നിന്ന് ഞാനൊന്ന് അങ്ങിലേക്ക് വരികയാണ്. എന്താണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സർക്കാരിനോട് നൽകുന്ന ഒരു ബദൽ മാർഗം? നിങ്ങളെ സംരക്ഷിച്ചു നിർത്താൻ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ കൊള്ളാം എന്നൊരു അഭിപ്രായം സർക്കാരിന് മുന്നിലേക്ക് വെക്കുകയാണെങ്കിൽ അത് എന്തായിരിക്കും? സർക്കാരിന് മുന്നിലേക്ക് നമ്മൾ മുമ്പ് പലതവണ പല കാര്യങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്തു തരേണ്ട പല കാര്യങ്ങളും, അതിപ്പം ഇലക്ട്രിസിറ്റിയുടെ ബില്ലായാലും വാട്ടറിന്റെ കൊമേഴ്ഷ്യൽ റേറ്റ് മാറ്റി ഡൊമസ്റ്റിക് റേറ്റ്, അത്തരം കാര്യങ്ങൾക്ക് പല ആവശ്യങ്ങളും മുമ്പ് നമ്മൾ അവതരിപ്പിച്ചു. പക്ഷെ അതൊന്നും നടപ്പിലായിട്ടില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ നമ്മളെ ആവശ്യം ഈ സാധാരണ ഇപ്പൊ നേരത്തെ അനു പറഞ്ഞ പോലെ ചെറുകിട ഭക്ഷണ സ്ഥാപനങ്ങൾ, ചെറിയ സ്ഥാപനങ്ങൾ എങ്കിലും ഉൾപ്പെടെ നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിൽ ഗ്യാസ് നമുക്ക് ലഭ്യമാകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ചെയ്തു തരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആവശ്യം. കാരണം നമ്മൾ പല ആവശ്യങ്ങളും മുമ്പ് സർക്കാരിലൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ഇന്നിപ്പോ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന ട്രഷററും മുഖ്യമന്ത്രിയുടെ കണ്ടിട്ടുണ്ടായിരുന്നു, നിവേദനം കൊടുത്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ചീഫ് സെക്രട്ടറിക്ക് കൈമാറി ചെയ്തിട്ടുള്ളത് ആ നിവേദനം. ഈ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു നീതി ലഭിക്കണം. ഈ ഇത്രയും സ്ഥാപനങ്ങൾ അടഞ്ഞു പോയി കഴിഞ്ഞാൽ അത്രയും തൊഴിലില്ലായ്മയോടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ തൊഴിലാളികൾ മാത്രമല്ല, ഇത് നടത്തിപ്പുകാരനെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. നടത്തിപ്പുകാരന് പോലും ഇത് കച്ചവടം ചെയ്യാതിരിക്കുമ്പോൾ അവന്റെ സ്ഥാപനങ്ങൾ അടച്ചു പോകുമ്പോൾ അവനൊക്കെ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. അതിന്
ഒരു സംരക്ഷണം എന്ന രീതിയിൽ സർക്കാർ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഗ്യാസിന്റെ സംവിധാനം നമുക്ക് ചെയ്തു തരണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ആവശ്യം. ഇപ്പോ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ബദൽ സംവിധാനങ്ങളിലേക്ക് പോകാന്ന് പറഞ്ഞ ഈ വിറകിന്റെ അടുപ്പൊക്കെ ഈ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ നിയമപ്രകാരം അത് നമുക്ക് അനുവദനീയമല്ല. കാരണം ഹൈജീൻ പ്രശ്നം കാണിച്ചിട്ട് അവര് നമ്മള് വിറകിന്റെ അടുപ്പ് അനുവദനീയമല്ല. കാരണം കിച്ചണൊക്കെ വൃത്തികേടാന്നുള്ള രീതിയിൽ അത് ഇപ്പോഴത്തെ മോഡേണൈസ് ആയിട്ടുള്ള പല കിച്ചണിലും ഈ വിറകടുപ്പ് ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത്. അത് നാട്ടുമ്പുറത്ത് ടൗൺ വിട്ടിട്ടുള്ള ഏരിയകളിലൊക്കെ സ്ഥല സൗകര്യമുള്ള കടകൾക്ക് മാത്രമേ അത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അല്ലാത്ത സിറ്റി ഭാഗങ്ങളിലൊക്കെ ഒന്നും ഈ വിറകടുപ്പ് ഉപയോഗിക്കാനുള്ള സാഹചര്യവുമില്ല. അപ്പൊ ഒരു ബദൽ സംവിധാനം എന്ന് പറഞ്ഞാൽ മറ്റ് നമ്മൾ റെസ്റ്റോറന്റ് ഒരു ഫുൾ ഫ്ലഡ്ജിൽ നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അലക്കട്ട ഓർഡറൊക്കെ കൊടുക്കണമെങ്കിൽ ഗ്യാസ് സംവിധാനം നിർബന്ധമാണ്. ബൾക്കായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഈ വിറകടുപ്പിൽ പോലും നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള വലിയൊരു രൂക്ഷമായ പ്രതിസന്ധിയാണ് നമുക്കുള്ളത്. അതിന് പരിഹാരം കാണാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ് നമ്മൾ ഇപ്പോഴത്തെ ആവശ്യം. അത് നമ്മൾ സർക്കാരിലേക്ക് നിവേദനങ്ങൾ പ്രധാനമന്ത്രി മുതൽ ഇങ്ങോട്ട് എല്ലാവർക്കും നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോഴും ഇരിക്കുന്നത്. ഓക്കെ, തീർച്ചയായും. ശ്രീ സ്കറിയ, അങ്ങേക്ക് കേൾക്കാം എന്ന് തോന്നുന്നു. അതായത് അങ്ങ് നേരത്തെ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അതായത് ആയിരക്കണക്കിന് ആളുകൾ ടൗണിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഹോട്ടലുകാർ നടത്തുന്ന നിസ്തൂലമായ ഒരു സേവനം അതൊരിക്കലും കണ്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ ഹോട്ടലുകാരോട് സല്യൂട്ട്. ഓക്കെ, ഞാൻ അങ്ങയോട് ചോദിക്കാൻ വരുന്നത്, അതായത് ഒരുപാട് ലോണുകൾ എടുത്തിട്ടും കിട്ടുന്ന പൈസയ്ക്ക് കടം വാങ്ങിച്ചും സ്വർണം പണയം വെച്ചും അങ്ങനെയൊക്കെ ഹോട്ടൽ തുടങ്ങിയ കുറേ ആളുകളുണ്ട്. ഞാൻ ബിഗ് ഷോട്ടുകളെ കുറിച്ചല്ല പറയുന്നത്, സാധാരണക്കാരായ ഹോട്ടൽ തൊഴിലാളികളെ പോലെയുള്ള മുതലാളിമാരും ഉണ്ട്. ഇവരൊക്കെ ഇത്രയും നാൾ അടച്ചുണ്ടാകുന്ന ഒരു സാമ്പത്തിക ബാധ്യത എന്ന് പറയുന്നത്, അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ സാമ്പത്തിക ബാധ്യത, അങ്ങ് ഫോൺ ഒന്ന് നേരെ പിടിക്കാവോ? കാരണം ഫ്രെയിം കട്ടായി പോയിട്ടുണ്ട്. സാമ്പത്തിക ബാധ്യത ഒന്ന് ഫോൺ ഒന്ന് ടേൺ ചെയ്യണേ, ടേൺ ചെയ്ത് പിടിക്കാം. ക്ലിയർ ആണോ? ഒന്ന് നേരെ പിടിക്കാവോ? ഓക്കെ, ഞാൻ അങ്ങിലേക്ക് വരാം. അങ്ങയുടെ ഫ്രെയിം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് അങ്ങിലേക്ക് വരാം. ശ്രീമതി അന്നു, ഞാനിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് അങ്ങേക്ക് മറുപടി പറയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ ഹോട്ടൽ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ബാങ്ക് ലോൺ എടുത്ത് സ്വർണം പണയം വെച്ച് പലിശയ്ക്ക് പൈസ എടുത്ത് എന്നൊക്കെ വിചാരിച്ച് 2-3 ആൾക്കാർക്ക് ജോലിയും കൊടുത്ത് ഹോട്ടൽ മേഖലകളിലേക്ക് ഇറങ്ങുന്ന ആളുകളുണ്ട്. അവർക്ക് ഡെയിലി അടവ്, തിങ്കളാഴ്ച അടവ്, ചൊവ്വാഴ്ച അടവ് എന്ന് വേണ്ട എല്ലാ ദിവസങ്ങളിലും അടവ് ഒക്കെ ഉള്ളതാണ്. ഇപ്പോൾ വരുന്ന വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്, അല്ലെങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മറികടക്കും എന്നാണ് വിചാരിക്കുന്നത്? എങ്ങനെയാണ് അതിനൊരു പ്ലാൻ ബി എങ്ങനെയാണ്? അതിൽ മറികടക്കില്ല. കാര്യം കോവിഡിൽ നിന്ന് ഇന്നും ഞങ്ങളിൽ ഒരു നല്ല ശതമാനം മറികടന്നിട്ടില്ല. കോവിഡ് took us almost a decade backward. അപ്പം ഒരു 10 വർഷം പുറകോട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങൾ ഒരുവിധമാണ് പിടിച്ചു നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധി ഞങ്ങളെ മറികടക്കില്ല എന്നത് തന്നെയാണ് വാസ്തവം. സാറ് പറഞ്ഞതിൽ ഒരു പ്രത്യേക സെൻസ് പറഞ്ഞു, ബിഗ് ഷോട്ടുകളെ അല്ല പറയുന്നത്, സാധാരണക്കാരെയാണെന്ന്. ഈ ഇൻഡസ്ട്രിയിലെ ഏതാണ്ട് 80% ഈ പറയുന്ന സാധാരണക്കാർ തന്നെയാണ്. ഇന്നത്തെ പൈസ ഇന്ന് പെട്ടിയിൽ നിന്ന് ചെലവാക്കുന്നവരാണ് ഈ ഇൻഡസ്ട്രിയിലുള്ള 80%. 90% വേണേ പറയാം. അപ്പം ആ 90% എങ്ങനെ മറികടക്കാനാ? ഇതിൽ എത്ര പേര് ഈയാമ്പാറ്റകളെ പോലെ ചിറക് കരിഞ്ഞു തീർന്ന് നാമാവിശേഷമായി പോകുന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ എത്രയും വേഗം എത്ര ടൈമാണ് ഇവിടുത്തെ ക്രൂഷ്യൽ എലമെന്റ്. ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. ഇന്ന് യുദ്ധം തീർന്നാൽ പോലും എടുക്കും ഇനിയും 60 ദിവസം സിസ്റ്റം വീണ്ടും നോർമലായി വരാനായിട്ട്. അത് ഓരോ ദിവസം നീങ്ങും തോറും നമ്മൾ തിരിച്ച് നോർമലായി വരാനുള്ള സമയം വീണ്ടും എടുക്കും. പ്രാർത്ഥിക്കുക, യുദ്ധം തീരാനും ലോക സമാധാനത്തിനുമായി. പിന്നെ എല്ലാ രാജ്യത്തിന്റെയും നേതാക്കന്മാർക്ക് ഒരുമിച്ച് ബോധം ഉണ്ടായി ഇതെങ്ങനെയൊന്ന് അവസാനിപ്പിക്കുക എന്നത് മാത്രമേ സത്യം പറഞ്ഞ ഇതിനുള്ള ഒരു എൻഡ് എന്ന് പറയാൻ ഉള്ളൂ. ബാക്കി വലിയ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് തിരിച്ചു കടക്കാൻ പറ്റത്തില്ല. ഈ ഉണ്ടായിരിക്കുന്ന പ്രത്യേകിച്ച് തൊഴിലാളി നഷ്ടം, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. തൊഴിലാളികൾ നഷ്ടം, അവരെ ഇനി തിരിച്ചെങ്ങനെ കൊണ്ടുവന്ന് അവരെ വീണ്ടും റീഎസ്റ്റാബ്ലിഷ് ചെയ്തു വരിക എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്.
തീർച്ചയായും. അതായത് ഇത് ഈ പ്രതിസന്ധി എന്ന് പറയുന്നത് ഹോട്ടലിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം സമൂഹത്തിലെ നാനാ തുറകളിലുള്ള ആളുകളെ ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പാചകവാതക ക്ഷാമം എന്ന് പറയുന്നത്. ക്ഷാമം നേരിട്ടത് അടുക്കളയിലാണെങ്കിലും ആ തീയെല്ലാം പുകയുന്നതും എരിഞ്ഞ് കത്തുന്നതും നമ്മുടെ നെഞ്ചിലാണ്. ഈ സമയത്ത് നമുക്ക് അവരെ ചേർത്ത് നിർത്താൻ കഴിയണം, നമ്മുടെ ഹോട്ടൽ തൊഴിലാളികളെ, ഹോട്ടൽ ഉടമകളെ. അത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. കാരണം സമൂഹത്തെ ചേർത്ത് നിർത്താൻ അവർ കഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭക്ഷണം തരിക എന്നുള്ളത് മാത്രമല്ല അവർ ചെയ്തത്. അതുകൊണ്ട് സമൂഹം ഒന്നടങ്കം അവരെ ചേർത്ത് പിടിക്കുക തന്നെ വേണം. ഭക്ഷണം എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നേടിയെടുക്കണം, അത് ലഭിക്കണം എന്നുള്ളതിന് വേണ്ടി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിക്കാം, അതേപോലെ ആശിക്കാം. നാട് നല്ല രീതിയിലേക്ക്, സമാധാനത്തിലേക്ക് പോകട്ടെ, യുദ്ധം എത്രയും പെട്ടെന്ന് തീരട്ടെ, നമ്മളുടെ പ്രതിസന്ധികൾ എല്ലാം തന്നെ നിൽക്കട്ടെ എന്ന് ആശംസിക്കാം. ഈവനിംഗ് ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും, പങ്കെടുത്ത പാനലിസ്റ്റുകൾക്കും നന്ദി.